നമസ്കാരം. 79ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഒരുങ്ങിയിരിക്കുകയാണ് പുന്നമട. നാളെയാണ് ജലപൂരമായി നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുക. 21 ചുണ്ടൻ വള്ളങ്ങളാണ് ഓളപ്പരപ്പിൽ മാറ്റുരയ്ക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ ന്യൂസ് 18 ടീം അവിടെ സജ്ജമാണ്. അവിടെ നിന്നുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ വി വിനോദാണ് നമുക്കൊപ്പം ചേരുന്നത് പുന്നമടയിൽ നിന്നും. വിനോദ്, ഇപ്പോൾ എവിടെയാണുള്ളത്? വള്ളംകളി വൈബ് ഇപ്പോഴേ പിടിച്ചിട്ടുണ്ട് എന്ന വേഷത്തിലൂടെ മനസ്സിലാകുന്നു. എന്തൊക്കെയാണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ? അശ്വതി, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് അതായത് ഡബിൾ ഹാട്രിക് അടിക്കാനുള്ള ഒരു അവസരമാണ് അവർക്ക് ഒത്തുവന്നിരിക്കുന്നത്. 5 തവണ തുടർച്ചയായി ട്രോഫി നേടി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം നോക്കാം, ഒരു പാടശേഖരമാണ്. ഇപ്പോൾ അവർ തുഴയുന്ന വള്ളത്തിന്റെ പേരും ആ ചുണ്ടന്റെ പേരും മേൽപ്പാടം എന്നാണ്. അതിനകത്ത് ഒരു കാര്യം വിളിക്കാനുണ്ട്. എൽദോ 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 ഓ എൽദോ അതായത് ഇവിടെ ഈ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ തൊഴിൽക്കാർക്ക് വേണ്ടിയുള്ള ഭക്ഷണം തയ്യാറാവുന്നുണ്ട്. ചേട്ടാ, എന്താ ഭക്ഷണം? ഇതിപ്പോ ചിക്കന്റെ ഗ്രേവ് അടിച്ചോണ്ടിരിക്കുക. ചിക്കൻ അത് കഴിയുമ്പോ അതിനകത്തിട്ട് റെഡിയാകും. എത്ര തവണയായിട്ട് ചേട്ടൻ കുക്ക് ചെയ്യുന്നുണ്ട്? ഞാനിപ്പോ തുടർച്ചയായിട്ട് 5ാമത്തെ തവണയാണ്. അതായത് 6ാമത്തെ തവണ അടിക്കാൻ പോകുന്ന. ആദ്യ തവണ ഞാൻ 5 തവണ നമ്മള് ഡബിൾ ഹാട്രിക് അടിക്കാൻ പോണ് PBC പള്ളാത്തുരുത്തി. ഞാൻ 5ാമത്തെ തവണ. ഇത് ഭക്ഷണം കൊടുത്തിട്ടാണ് ഇവരെ മസിലൊക്കെ ഉണ്ടാക്കുന്നത്? അങ്ങനെ മസില് നമ്മുടെ ഫുഡിന്റെ എനർജി ഉണ്ട്, കോച്ചിങ്ങിന്റെ ഇതുണ്ട്. എല്ലാ ദിവസവും ചിക്കൻ കൊടുക്കും? എല്ലാ ദിവസവും ചിക്കൻ, ബീഫ് അങ്ങനെ. എന്റെ മസില പിടിച്ചു നോക്കിയേ. ഇത് പിന്നെ ഞാൻ ജിമ്മിലൊക്കെ പോയാൽ തുഴയാൻ പറ്റുമോ? പറ്റത്തില്ല. അല്ല, ജിമ്മിൽ പോയാൽ പറ്റൂ? പറ്റും. മസിലൊക്കെ അമരത്ത് ബാലൻസ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് എഴുതോ ചോദിച്ചേ, ബീട്രൂട്ടൊക്കെ അവർ കഴിക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താ? ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ അവര് പിന്നെ നമ്മുടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഫുഡ് അതൊക്കെയാണ്. ഈ അണ്ണനില്ലേ, അതാണ് ചോദിച്ചില്ലേ, ഈ പുള്ളിക്കാരനെ നാട്ടിൽ നല്ല തുഴച്ചില്ല, പക്ഷേ ഈ ചുണ്ടൻ വെള്ളത്തിൽ പറ്റുമെന്ന് എനിക്കറിയില്ല. ചേട്ടാ, ഇവർക്ക് ഈ പിന്നെ നമ്മൾ അല്ലാതെ പ്രോട്ടീൻ സാധനങ്ങൾ കൊടുക്കാറുണ്ടോ? ഒന്നുമില്ല. നമ്മുടെ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ കൊടുക്കുന്നു വെളുപ്പിന് നമ്മുടെ മധുരക്കിഴങ്ങ്, അതാണ് കൊടുക്കുന്നത്. അത് വലിയ സംഗതിയാണോ? പിന്നെ മുട്ട, പാല്, ഇതൊക്കെയാണ് നമ്മുടെ പ്രോട്ടീൻ. എത്ര ദിവസം ഇവരുടെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം 45 ദിവസമായി നമ്മളിവിടെ ക്യാമ്പ് തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് എൽദോടെ മസിലൊന്ന് കാണിച്ചേ. നമ്മുടെ ഹിരൺ സാറും വിനോദ് സാറും ഇവിടെ കോച്ച് ചെയ്യുന്നുണ്ട്. എന്താണ് വിനോദേട്ടാ, എന്നെ പാകപ്പെടുത്തി എടുക്കാം, നിങ്ങളെ പറ്റില്ല എന്ന് പറഞ്ഞു. നിന്നെ സിനിമയിൽ എടുക്കാനേ പറ്റുള്ളൂ എൽദോ, എന്നെ വള്ളംകളിക്ക് എടുക്കാം. വെള്ളംകളി അമരത്തേക്ക അതല്ലേ? ഇത് എന്താ മധുരക്കിഴങ്ങാണോ? ഇത് നമ്മുടെ സാധാ മരിശിനിയാണ്. അപ്പൊ ഈ ചോറ് കൊടുക്കാൻ പറ്റും ഇവർക്ക്? ഉരുളക്കിഴങ്ങ്. അപ്പൊ ഇവർക്ക് ഈ ചോറൊക്കെ കൊടുക്കാൻ പറ്റും? ചോറ് കൊടുക്കും. പിന്നെ ഒരു ദിവസം ചോറ്, ഒരു ദിവസം ചപ്പാത്തി, ഇടിയപ്പം. ഇതുണ്ടോ, ഇതുണ്ടോ നമ്മുടെ അമരത്തേക്കുന്ന പങ്കായം പോലെ അമരത്തേക്കുന്ന പങ്കായം. അതെ, സത്യം കേട്ടോ. ഇതുകൊണ്ടങ്ങ് തള്ളയുണ്ടല്ലോ. മറ്റേ ഒരു ഡാൻസ് ഉണ്ടല്ലോ, എന്തോ കണ്ടായിരുന്നോ? ഇന്തോനേഷ്യയിലെ ആ ഒരു പയ്യൻ ഇങ്ങനെ അമരത്ത് ഇങ്ങനെ കളിക്കുന്നത്. എന്തോ കണ്ടിരുന്നോ? അത് കണ്ടിരുന്നേ? അവരിങ്ങനെ സല്യൂട്ടൊക്കെ അടിച്ചിട്ട് അതിന്റെ മുമ്പിൽ ഒരു കുട്ടിയെ നിർത്തിയിട്ട് ആ കുട്ടി ഇങ്ങനെ കളിക്കുന്ന ഒരു, അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളെ തുഞ്ചത്ത് അങ്ങനെ ഒരാളിനെ നിർത്താത്തത്? അത് ബാലൻസ് കിട്ടത്തില്ല ഇത് വെള്ളത്തെ, അത്ര സ്പീഡായതുകൊണ്ട്. സംഘം എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിയുടെ പഴയ സിനിമ കണ്ടിട്ടുണ്ട്. അതിലിങ്ങനെ ഈ വള്ളംകളിയൊക്കെ ഉണ്ട്. അതില് ജഗദീഷ് മുകേഷ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. അതിലിങ്ങനെ ബോട്ട് ഇങ്ങനെ പോകുമ്പോൾ വള്ളം തുഴഞ്ഞു പോകുമ്പോഴത്തേക്കും ബോംബ് വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ ചതിയും വഞ്ചനയൊക്കെ ഉണ്ടോ? അത് സിനിമയിൽ മാത്രമൊക്കെ ഉണ്ട്, അല്ലാതെ നമ്മുടെ ഇപ്പം കാര്യമായിട്ടൊന്നും അങ്ങനെ നടക്കത്തില്ല. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. സിനിമാ കാര്യത്തിലൊക്കെ ഒരിക്കലും ഇല്ല. അതൊരു കഥയെഴുത്ത് മാത്രമല്ലേ. വള്ളംകളിയുടെ വേറെ നിങ്ങളുടെ തുഴഞ്ഞിട്ടുണ്ട് ചെറിയ വള്ളത്തിലെങ്കിലും? കൊച്ചുവെള്ളത്തിൽ. അത് വീട്ടിൽ നിന്ന് അപ്പുറത്തേക്ക് അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇവര് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മസിൽ എങ്ങനെ നിർത്തുന്നത്? അത് അവര് ഇതുപോലെ തന്നെ മുന്നോട്ട് പണിക്ക് പോകും, എന്തെങ്കിലും ജോലിക്ക് പോകും. വെറുതെ ഇങ്ങനെ കള്ളപ്പണിയൊന്നും കക്കാവാരുന്നവരുണ്ട്. ഇതുപോലെ കള്ളപ്പെടുത്തിയെടുക്കാൻ പറ്റൂല. എൽദോടെ കേസാ ചോദിച്ചത്. തുഴയണമെന്ന് തന്നെ ഒന്നും ഇല്ല. അതെ, അവർ ചെയ്യുന്ന ജോലി ചെയ്താൽ മതി കറക്റ്റ് ആയിട്ട്. ഇവർക്ക് ഈ മുട്ട ഒരു ദിവസം എത്ര എണ്ണം കൊടുക്കും? മുട്ട 3 എണ്ണം 2 എണ്ണം. ദേ വരുന്നു
അത് ഒന്നുകൂടെ ഒന്ന് ആർപ്പോ ഒരു തവണ കൂടെ ഒരു തവണ കൂടെ ഒരു ആർപ്പോ കൂടെ. വിനോദേട്ടാ ഒരു നിമിഷം ആശയം നമ്മൾ ഒന്നുകൂടി വന്നു വേറെ ഒന്നുമല്ല ഈ പിന്നെ അങ്ങ് പോരാന്ന് ഇനിയും വേണമെന്ന് രണ്ടാമത്തെ ഹാട്രിക് അടിക്കാൻ പോവുക. അപ്പൊ ഒരു ആർപ്പോ കൂടെ നമുക്ക് തരാവോ? അതാണ് പള്ളാത്തുരുത്തി 6ാമത് തവണ ട്രോഫി അടിക്കാൻ പോവുകയാണ്. ഇതാ നിൽക്കുന്ന ക്യാപ്റ്റൻ. ടീമിന്റെ ക്യാപ്റ്റൻ വേറെ ഉണ്ട്, മറ്റൊരു ക്യാപ്റ്റൻ ഉണ്ട്. അങ്ങനെ 2 ക്യാപ്റ്റൻ. ഇതാ ചേട്ടാ 6ാമത്തെ മത്സരത്തിന് ഇറങ്ങുകയാണ്. നമ്മള് ബൌൾ ചെയ്യുമ്പോ 3 വിക്കറ്റ് എടുക്കുമ്പോ ഹാട്രിക് പറയും, 3 6 അടിക്കുമ്പോൾ പറയും. പക്ഷെ പള്ളാത്തുരുത്തി ഇത് അടിക്കാൻ പോയാണ് ഡബിൾ ഹാട്രിക്. എങ്ങനെയാണ് കാണുന്നത്? ഇത് ഡബിൾ ഹാട്രിക് അടിച്ചിരിക്കും ഈ വർഷം, ഒരു സംശയമില്ല, ഒരു തർക്കവുമില്ല, വെല്ലുവിളിയൊന്നുമില്ല. ഇതൊരു സ്പോർട്സ് ആണ്. പക്ഷെ നമ്മൾ ചെയ്തിരിക്കുന്ന പണിക്ക് നമുക്ക് ആത്മവിശ്വാസമുണ്ട്, അതുകൊണ്ട് പറയുന്നു നമ്മൾ അടിച്ചിരിക്കും. ആ പവലിയനിൽ ഞങ്ങൾ കാണും, ഇവര് ട്രോഫി എടുക്കും, ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഇല്ലേ? എന്താണ് മധുരക്കിഴങ്ങ്? ഇവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യമായ മധുരക്കിഴങ്ങ് ഇതാ വന്നിരിക്കുന്നു. ഇത് അതെ എനിക്ക് ഒരു മസിൽ വരാൻ വേണ്ടി തന്നായിരിക്കും. പ്രോട്ടീനാണ്, പ്രോട്ടീൻ, സ്റ്റാർച്ച് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അല്ലേ? എല്ലാം ഉണ്ട്. എല്ലാം കൊള്ളാം. എനിക്ക് അങ്ങനെ സയന്റിഫിക് വശമൊന്നും അറിയില്ല, എന്നാൽ ഇത് കഴിക്കുന്നത് നല്ലതാണ്, അല്ലേ? അതെ, തീർച്ചയായും നല്ല. വളരെ സന്തോഷം നിങ്ങളെ കണ്ടതിൽ. കാർബോഹൈഡ്രേറ്റ്. ഞങ്ങൾ ആദ്യം കിച്ചണിൽ പോയി ചോദിച്ചേ ഇങ്ങനെ എങ്ങനെയെങ്കിലും തുഴച്ചിൽക്കാരനാക്കാൻ പറ്റുമെന്ന്. എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? ഒരു 6 മാസം വേണ്ടി വരും. 6 മാസം കൊണ്ട് ഇത് വല്ല രക്ഷയുണ്ടോ? ജിമ്മിൽ എങ്ങനെ പോയാല് ഈ മസിൽ വല്ലോ ആവൻ ആശൻ എന്താ പറയുന്നു? നല്ല രീതിയിൽ ഒരുക്കിയെടുക്കുന്നു. അതെ ഇത്തിരി പണിയെടുക്കേണ്ടി വരും. അതെ 3 മാസം കൊണ്ട് നീ തീർന്നോളും. അതെ തിരിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പിന്നെ ജിമ്മിൽ പോവില്ല എന്നുള്ള മടുത്തിട്ടേ നീ പിന്നെ അങ്ങനെ പണിയെടുക്കില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. നിങ്ങളൊക്കെ പഠിക്കുന്നവരാണോ അതോ സ്കൂളിൽ പോകുന്നവരാണോ ജോലിയുള്ളവരാണോ? എന്തിനാ മടി? ഫിസിയോതെറാപ്പി. അപ്പൊ ബോഡി മെയിൻറ്റെയിൻ ചെയ്യും. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. നേരത്തെ വെള്ളം തുഴയുന്നുണ്ടോ? ആണ്. ഇത് വീട്ടിൽ വെള്ളമുണ്ടോ? വീട്ടിൽ വെള്ളമൊന്നുമില്ല, ഇവിടെ പള്ളാത്തുരുത്തിക്കാരനാണ്. എന്തോ നീ തളർന്നു പോയി ചോദിക്കും. നീ ആലോചിക്കാൻ പോയല്ലേ എന്നെ പണിയാൻ വേണ്ടി? എനിക്കറിയാം. ഞാനിപ്പോ +2 കഴിഞ്ഞിരിക്കുക, നോക്കിയിട്ടില്ല, നോക്കണം. ആണോ? ശരി മോന. ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് കഴിഞ്ഞിരിക്കുക. മോന ഡിപ്ലോമ കഴിഞ്ഞിരിക്കുക. ആശനെ ക്യാപ്റ്റ ഇവനെ ഒന്ന് നമുക്കൊന്ന് മെച്ചപ്പെടുത്തി എടുക്കാൻ കഴിയുമോ? നമ്മൾ ഇടപെട്ട് കൊണ്ടുവന്നാണ് ഇവർക്ക് വിശ്രമിക്കേണ്ട ദിവസമാണ്. അതുകൊണ്ട് വിശ്രമിക്കേണ്ട സമയമാണെന്ന് തോന്നുന്നു. നാളെ സമയത്ത് അതിഭീകര മത്സരം നടക്കേണ്ടതാണ്. അനൗൺസ്മെന്റ് വന്നു. അതെ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്നത് പോലെയല്ല, അവര് നാളെ വലിയൊരു മത്സരത്തിന് ഇറങ്ങുന്നതാണ്. നമ്മൾ കളിതമാശ പറയുന്നതാണ്, പക്ഷെ അവരങ്ങനെയല്ല. അവരുടെ ഒരു ജീവൻ മരണ പോരാട്ടം, അവരുടെ ഒരു അഭിമാന പോരാട്ടം എന്തോ അതൊരു ആവേശമാണ്. ആ ഓളപ്പരപ്പില് എന്താണ് നമ്മൾ തീ എന്ന് പറയുന്ന പോലെ, അഗ്നി എന്ന് പറയുന്നത് പോലെ അവരുടെ കൈയും ആ തുഴയുടെ വേഗവും ആ പുന്നമടക്കായലിലെ ആ ഓളപ്പരപ്പ് അവിടെ ഇത് കണ്ടിരുന്നോ? എന്തൊരു ഇതാണ് ഈ ഈ ഒരു ബോട്ട് ക്ലബിന്റെ ക്യാമ്പാണ്. ഇത് സെന്റ് തോമസ് ചർച്ചാണ് പള്ളാത്തുരുത്തി സെന്റ് തോമസ് ചർച്ചിന്റെ ക്യാമ്പിലാണ്, അല്ലെങ്കിൽ അതിന്റെ ഓഡിറ്റോറിയത്തിലാണ് ഈ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് താമസിക്കുന്നത്. നോക്കുക എത്ര ഭംഗിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, നീണ്ടു നിർന്ന്. അല്ലേ ഒരു സെൽഫി എടുക്കാനല്ലേ? അവരുടെ വള്ളത്തിന്റെ പേര് തന്നെ അങ്ങനെ ഒരു മേൽപ്പാടം ചുണ്ടൻ എന്നാണ്. ആ ചുണ്ടൻ വള്ളം ഇത് കുറച്ചൊന്ന് പിന്നെ ടേസ്റ്റ് ചെയ്താലേ. എനിക്ക് പക്ഷെ അടുത്ത വള്ളങ്ങളിൽ താല്പര്യമില്ല. അല്ല എൽദോ അടുത്ത ക്യാപ്റ്റൻ ആവണം, എന്റെ ആഗ്രഹം അതാണ്. എൽദോ ക്യാപ്റ്റൻ ആയിട്ടൊരു വള്ളം, അതിന്റെ അമരത്ത് ഞാനല്ല മറ്റാരെങ്കിലും മതി. അമരത്തിരുത്താൻ പറ്റില്ല നീ വിനോദിനെ. ഞാൻ റോഡിലെ കാര്യം നിൽക്കാം.
അപ്പൊ ഇതുപോലെ ഇത്തരം കുറെ രസങ്ങളും ചിരികളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ആലപ്പുഴ ആഘോഷിക്കുകയാണ്. പക്ഷെ മഴ വരുന്നിട്ടാ, സൺഗ്ലാസ് വെച്ചിട്ടാണോ? അല്ലല്ല, ശരിക്കും മഴയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വന്നത് മുതൽ മഴയായിരുന്നു. പക്ഷെ ഇപ്പോ ഭാഗ്യത്തിന് അത് എങ്ങനെ, ഞാൻ നേരത്തെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കേട്ടോ ഫേസ്ബുക്കിൽ. ഞാൻ ഭാഗ്യം നോക്കാൻ പറ്റില്ല, ഞാൻ ജോലി തിരക്കിലായിരുന്നു. എന്നൊരു വാക്ക് ഇട്ടിരുന്നു. പക്ഷെ ഇപ്പോ എന്തുകൊണ്ടാണെന്നറിയില്ല, ഈ ഒരു ആവേശത്തിൽ അങ്ങനെ ഒരു വാക്ക് ഞാൻ പറയുന്നുണ്ട്. ഭാഗ്യം നമുക്കിവിടെ എത്താൻ പറ്റി. ആ മഴയത്ത് റേഞ്ച് കട്ടായില്ല. ഇവിടെ ഈ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വെള്ളം കയറിയിട്ട് റോഡിന്റെ പ്രശ്നം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ അങ്ങനെ ഒരു ഭാഗ്യം ഉള്ളത് കൊണ്ടായിരിക്കും അല്ലേ? ഉറപ്പായിട്ടും ഈ പറഞ്ഞ നെഹ്റു ട്രോഫി പോലുള്ള ജലോത്സവങ്ങൾ പങ്കെടുക്കാൻ തന്നെ പറ്റുന്ന വലിയ ഭാഗ്യമാണ്. മാത്രമല്ല ഇപ്പൊ ഇതുപോലത്തെ ഇനി ടീമൊക്കെ എന്ന് പറഞ്ഞാൽ അവരെടുക്കുന്ന എഫേർട്ട് എന്തൊക്കെ പറഞ്ഞാലേ, ഇപ്പൊ കഴിഞ്ഞ തവണ എന്താ പറയാ മില്ലി സെക്കൻഡ്സിനൊക്കെയാണ് അവർ ജയിച്ചതെന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് 5 തവണ കീഴടിക്കാനൊക്കെ പറഞ്ഞാണല്ലോ. തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ്. മാത്രമല്ല എൽദോ എത്രയോ സ്പോർട്സ് മീറ്റിന് ഇങ്ങനെ കമന്ററി നൽകിയിട്ടുണ്ട്. ഈ ഒരു ആവേശം ക്രിക്കറ്റ്, ഫുട്ബോൾ ഇതിനെല്ലാം കിട്ടുന്നുണ്ടോ? നമുക്കറിയാലോ ഓസ്ട്രേലിയൻ ടീം ഇപ്പൊ റിക്കി പോണ്ടിങ്ങും ഗ്ലെൻ മഗ്രാത്തും മാർക്കോ സ്റ്റീവും ഒക്കെ ഉണ്ടായിരുന്നു ഓസ്ട്രേലിയൻ ടീം. ആ ടീമിനൊക്കെ വെല്ലുവിളിക്കാൻ ഇപ്പുറത്ത് സൗരവ് ഗാംഗുലി, സച്ചിൻ പോരാനുള്ള പ്രചോദനം സച്ചിൻ, സഹീർ ഖാൻ, വീരേന്ദ്ര സേവാഗ്. അപ്പൊ അതൊക്കെ നമ്മൾ കൊതിച്ച ഒരു ആഗ്രഹമുണ്ടല്ലോ ഓസ്ട്രേലിയൻ ടീമിനെ പോലെ ആവുക. ഇപ്പൊ ഇന്ത്യ ഏകദേശം അതുപോലെ ആയി. ഞാൻ മധുരകൾ കഴിക്കുന്നതിന്റെ ഒരു അല്ല, അത് കഴിച്ചോളൂ. ആ മധുരം വേണം. നമ്മൾ ഇന്ത്യയുടെ വിജയം, നമ്മൾ വേൾഡ് കപ്പ് നേടിയത്, 2020 നേടുന്നത്, അതെല്ലാം പറയുമ്പോഴത്തേക്ക് ആ ഒരു ആവേശം വരണം എൽദോ നമ്മുടെ മനസ്സിൽ. ഇവരെല്ലാവരും മത്സരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടീം അങ്ങനെ മത്സരിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് എണ്ണം കൂടുന്നുണ്ട്, അവർക്ക് ചെലവ് കൂടുന്നുണ്ട്. അതിന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ചില സഹായങ്ങൾ വേണ്ടി വരേണ്ടതുണ്ട്. കൂടുതൽ ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വരേണ്ടതുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇല്ലേ? പക്ഷേ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ സഹായം ഇല്ല എന്നുള്ളത് ശരി തന്നെ. പക്ഷെ അപ്പോഴത്തേക്കും ഈ ഇതിനൊരു അഭിമാനമായി കാണുന്ന കുറേയധികം സ്പോൺസേഴ്സ് ഉണ്ട്. ഇപ്പൊ വള്ളംകളിയിൽ നമ്മൾ അവർക്കൊരു സല്യൂട്ട് കൊടുക്കണം. ഉറപ്പായിട്ടും ഈ പറഞ്ഞാൽ പൈസ എറിയുന്ന ആൾക്കാരുണ്ടല്ലോ. തീർച്ചയായിട്ടും. അതിന്റെ അകത്തൊരു സല്യൂട്ട് എന്ന് പറയാൻ ഉപയോഗിക്കാനുള്ള വാക്കുണ്ട്. കാരണം ഈ വള്ളംകളിയിൽ എപ്പോഴും ക്യാപ്റ്റന്റെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ഇവിടുത്തെ കുട്ടനാട്ടുകാർക്ക് അറിയാം. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ അത് നോൺ പ്ലേയിങ് ക്യാപ്റ്റനാണ്, വേറെ ആരുമല്ല. പൈസ മുടക്കുന്ന സ്പോൺസറാണ് ക്യാപ്റ്റൻ. വള്ളംകളി ടീമിന്റെ ക്യാപ്റ്റന്റെ പേര് അധ്വാനിക്കുന്ന പൈസയാണ് ഇതിനു വേണ്ടി മുടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ ക്യാപ്റ്റൻ എന്ന് വിളിക്കും. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആശാന്റെ പേര് ലീഡിംഗ് ക്യാപ്റ്റൻ ആണ്. കാരണം ക്യാപ്റ്റൻ വേറെ ഉണ്ട്. അത് 2 ക്യാപ്റ്റനാണ്. അത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അറിയാവുന്നറിയില്ല. ഈ പൈസ മുടക്കുന്ന ആള് ക്യാപ്റ്റനും വള്ളം നിയന്ത്രിക്കുന്ന ഇതിന്റെ തുഴച്ചിലിന്റെ ടീമിന്റെ ക്യാപ്റ്റൻ ലീഡിംഗ് ക്യാപ്റ്റനും പ്ലേയിങ് ക്യാപ്റ്റൻ. ടീമിലില്ലാത്ത ഒരാൾ ക്യാപ്റ്റൻ ആവുന്ന അപൂർവം ഗെയിമായിരിക്കും. അങ്ങനെ ഒരു വിചിത്രമായ അല്ലെങ്കിൽ അത്ഭുതമായ ഒരു കാര്യമാണ്. 2 ക്യാപ്റ്റന്മാരുള്ള ഒരു മത്സരമാണ് അല്ലേ? എത്ര മനോഹരമാണ് നമ്മുടെ നാട്ടിലെ ഈ ഒരു കായിക വിനോദം. അവിടെ 1ാം നിലയുണ്ട്, 2ാം നിലയുണ്ട്, 3ാം നിലയുണ്ട്, 4-5 നിലക്കാർ വരെ ഉണ്ട്. തീർച്ചയായിട്ടും. ഈ വള്ളം എന്ന് പറയുമ്പോൾ ഇത്ര നീളത്തിലാണല്ലോ. ഏറ്റവും മുമ്പിൽ അതായത് കൂമ്പ് എന്ന് പറയും, വള്ളത്തിന്റെ ചുണ്ട്. അപ്പൊ കൂമ്പിലിരിക്കുന്ന ആളുടെ അടുത്ത് അത് മുഴുവൻ കഴിക്കണമെന്നില്ല, കുറച്ച് ഞാൻ കഴിച്ചോളാം. പറഞ്ഞോളൂ. കഴിച്ചോളൂ. അപ്പൊ ചുണ്ടത്ത് ഇരിക്കുന്ന അല്ലെങ്കിൽ കൂമ്പിലിരിക്കുന്ന ആളിലേക്ക് കമ്മ്യൂണിക്കേഷൻ എത്തണമെങ്കിൽ നിലനിലയായിട്ടാ പോവുക. കമ്മ്യൂണിക്കേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ട് പോകണം. അതിങ്ങനെ ഒരു പൽച്ചക്രം പോലെ കറങ്ങി പോയാലാണ് കൃത്യമായിട്ട് ആ തുഴയുടെ വേഗവും തുഴയുടെ ആയാസവും ഒക്കെ തീരുമാനിക്കാനും നിശ്ചയിക്കാനും പറ്റും. അപ്പം ഈ ലീഡിംഗ് ക്യാപ്റ്റൻ എപ്പോഴും ഒരു ആ ഇടിയനും താഴക്കാരും നിൽക്കുന്ന ഭാഗത്തായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ 1ാം നിലയിൽ നിൽക്കും. അയാളുടെ കണ്ണും കമ്മ്യൂണിക്കേഷനും ഈ മറ്റുള്ളവരിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അയാൾ ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കുന്നതും അല്ലെങ്കിൽ അയാൾ കണ്ണുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് മറ്റുള്ളവർ ശ്രദ്ധിക്കും. അങ്ങനെയാണ് അതിന്റെ തുഴയുടെ വേഗം കൂടുന്നതും ഈ ട്രംപറ്റ് അല്ലെങ്കിൽ എന്താ പറയാ ആ പെപ്പരപ്പെ ഊന്നതിന്റെ വേഗം കൂടുന്നതും ഇലത്താളം മുഴുകുന്നതും എല്ലാം. അപ്പം ഇതിന്റെയൊക്കെ ഒരു സാഹചര്യം മഴ എത്തി. നമ്മൾ പറഞ്ഞു തിരുവനന്തപുരം മുതലുള്ള പ്രശ്നമാണ്. മഴ വീണ്ടും എത്തിയിരിക്കുന്നു. അശ്വതി, മഴ എത്തിയിരിക്കുന്നു. മഴ വീണ്ടും മഴ. മഴയുടെ വിഷലിലൂടെ കൊടുത്താൽ നന്നായിരിക്കും. ആ പാടശേഖരത്തിൽ മഴ പെയ്യുകയാണ്. എന്തൊരു രസമാണ് അവർക്ക്. പക്ഷേ ഈ വെയിലില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ക്ഷീണമൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു അല്ലേ എൽദോ? എന്താ പറയുന്നത്? ഉറപ്പായിട്ടും ഈ പറഞ്ഞ നാളെ ഈ സമയത്ത് മഴയാണെങ്കിൽ പക്ഷേ ആസ്വദിക്കാൻ എത്തിയവർ എത്രത്തോളം ഇത് കൊണ്ടുപോകുന്ന അറിയില്ല. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഇവിടുത്തെ കാഴ്ച ഗംഭീരമാണ്, നിസ്സംശയം നമുക്ക് കാണാം. അപ്പൊ ആ പുൽപ്പാടങ്ങളിലേക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ആ പാടശേഖരങ്ങളിൽ ഇങ്ങനെ മഴത്തുള്ളിൽ വീഴുന്നു. അവിടെ എന്താ പറയാ പിന്നെ ഏതൊരു ചിത്രത്തിൽ കാണുന്ന പോലെ അവിടെ ഒരു പവർ ലൈൻ ഉണ്ട്, സാധാരണ പോസ്റ്റ് ഉണ്ട്. അങ്ങ് ദൂരെ തെങ്ങിൻതോട്ടങ്ങൾ കാണാം. മനോഹരമായിട്ടുള്ള ഞാൻ കഴിച്ചു കേട്ടോ. അത് പുൽപ്പാടമുണ്ട്, തെങ്ങിൻതോപ്പുണ്ട്, എല്ലാം രസമാണ്. പക്ഷെ സംഭവം കഴിഞ്ഞു, ഞാൻ കഴിച്ചു കഴിഞ്ഞു. പക്ഷെ ഈ വിഷ്വൽ ഇത്
നമുക്ക് ലോകത്തെവിടെ പോയാലും കിട്ടാത്തൊരു വിഷയമാണ് എന്തോ നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യും. പക്ഷെ ആലപ്പുഴ എന്തുകൊണ്ട് ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള പ്രയോഗത്തിൽ ആലപ്പുഴ അതിന്റെ ഏറ്റവും വലിയ ലാൻഡ്മാർക്ക് ആവുന്നു, അങ്ങനെ എന്തുകൊണ്ട് കേരളത്തിന്റെ അഭിമാനമാകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇങ്ങനെ ഈ നിൽക്കുന്ന പാടം. ഇത് വിളഞ്ഞു വരുന്നതേ ഉള്ളൂ. പക്ഷെ ഈ ഒരു ഭംഗി നമുക്കറിയാം, പല സ്ഥലങ്ങളിലും തരിശുഭൂമികളാകുന്നു, പാടശേഖരങ്ങളില്ല. പക്ഷെ ആലപ്പുഴയുടെ ഏറ്റവും വലിയ ഭംഗി ഇതാ ഒരു കാക്ക. അത് വിനോദേട്ടൻ ഇതെന്താ കുറെ നേരമായിട്ട് പറയുന്നതെന്ന് അറിയാൻ വേണ്ടി വന്ന കാക്കയാണെന്ന് ആണല്ലേ? തോന്നുന്നു. അതെ, എന്നോട് പറഞ്ഞു, എൽദോയെ പറഞ്ഞു വിടാൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് വന്ന കാക്കയാണ്. ആ എൽദോയെ കൊണ്ട് ഒന്നും പറയിക്കണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. വിളഞ്ഞു പൂത്ത് നിൽക്കുകയല്ലേ, പിന്നെ എങ്ങനെ ഞാൻ പറയാനാണ്? അതാണ് കാക്കയും അതാ പറയുന്നത് ഇന്നലെ മുതല്. അങ്ങനെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. പക്ഷെ നമ്മൾ എന്തോ അതിനകത്ത് പറയേണ്ടത് ആ ചെറുപ്പക്കാർ +2 പഠിക്കുന്ന കുട്ടികൾ. നമ്മൾ തമാശ പറയുന്നു അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഗോൾ അടിക്കുന്നതിന് അപ്പുറത്തേക്ക് ഇവരെടുക്കുന്ന എഫോർട്ട് ഭയങ്കര. ഇപ്പൊ നമ്മൾ നേരത്തെ ഞാൻ ഈ ഓണപ്പരിപാടിയുടെ ഭാഗമായിട്ട് നിരണം ബോട്ട് ക്ലബിന്റെ ക്യാമ്പിൽ പോയിരുന്നു. അവർ അന്ന് ഏതാണ്ട് 67 ദിവസം ക്യാമ്പായിരുന്നു. അതായത് 2 മാസത്തിന് മുകളിലായി ഇവർ ഈ ഒറ്റ ലക്ഷ്യം വെച്ച് അത്യധ്വാനം ചെയ്യുകയാണ്. ഇനി അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഒന്നാം തുഴക്കാരൻ, ഈ ഒന്നാം തുഴക്കാരൻ എന്നൊക്കെ പറഞ്ഞാൽ അത് പഴയതുപോലെ ഒന്നുമല്ല. ഏതാണ്ട് 1 ലക്ഷം രൂപ വരെയൊക്കെ ലേലം പിടിച്ചെടുക്കുന്ന ഈ IPL-ലോ അല്ലെങ്കിൽ പ്രോ കബഡിയിലൊക്കെ പറയുന്ന പോലെ ഉള്ള ഒരു എന്താ പറയാ സാഹചര്യം ഉണ്ട്. അത്രമാത്രം തുഴക്കാർക്ക് പൈസ എറിഞ്ഞു തന്നെയാണ് ഇത്തവണത്തെ റേസ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണത്തെ ചെറിയ മാറ്റങ്ങൾ. കഴിഞ്ഞ തവണ വലിയ തോതിൽ ചർച്ചയായല്ലോ, ഈ മൈക്രോ സെക്കൻഡ്സിൽ 4 ടീം ഒപ്പത്തിനൊപ്പം എത്തി. അങ്ങനെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ വിജയികളെ പ്രഖ്യാപിക്കുന്നു. അപ്പൊ ആ തർക്കം ഒഴിവാക്കാൻ വേണ്ടി ഒരേ സെക്കൻഡ് വന്നു കഴിഞ്ഞാൽ അവർ സംയുക്ത ജേതാക്കളാണ്. ഇനി ഇത്തവണ അത്തരത്തിൽ ഒരു മില്ലി സെക്കൻഡോ മൈക്രോ സെക്കൻഡോ ഇല്ല. ഇനി മറ്റൊന്ന്, ഈ ചുണ്ടൻ വെള്ളത്തിന്റെ അറ്റത്ത് ഒരു റൗണ്ടിൽ നമ്മൾ ഇപ്പോൾ ഇത്തവണ അതല്ല, അതിന് പകരം ഇത്തവണ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ്. ഇതെല്ലാം പെർഫെക്റ്റ് ഫിനിഷിംഗിന് വേണ്ടിയാണെന്നാണ് പറയുന്നത്. ഇതെല്ലാം കാത്തിരിക്കാം. പക്ഷേ ഇത് ഈ പറയുന്ന പോലെ അഭിമാനത്തിന്റെ പോരാട്ടമാണ്. ഈ വള്ളംകളി എന്ന് പറഞ്ഞാൽ അത് ഈ മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പ്, അതിനേക്കാൾ ഉപരി ഏതാണ്ട് ഒരു വള്ളംകളി നെഹ്റു ട്രോഫി അവസാനിക്കുമ്പോൾ അതിന്റെ പിറ്റേ ദിവസം തുടങ്ങിയാണ് അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പ്. അപ്പോൾ അതിനുവേണ്ടി കണക്കുകൂട്ടൽ, ആ ടീമിലെ ഈ തുഴക്കാരനെ നമുക്ക് പൊക്കണം, അല്ലെങ്കിൽ ഈ അമരക്കാരനെ നമുക്ക് തള്ളി ഇവനെ എടുക്കണം, ആ താളം കൂട്ടാൻ, ആ ഇടിയനൊന്ന് മാറ്റണം, ഇങ്ങനെ ഒരുപാട് കണക്കുകൂട്ടൽ. അപ്പോ പാലോടെ ഇതൊന്നും താഴോട്ട് പിടിക്കാവോ? ഈ പുലിയെ പോലെ നടന്നു വന്ന ഒരു പട്ടിക്കുട്ടിയാണ് ഇപ്പോ ഈ എൽദോടെ ലൈവ് കേട്ടിട്ട് കിടപ്പിലായി. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അശ്വതി, എൽദോടെ ലൈവായിട്ട് കിടപ്പിലായി. വിനോദിന്റെ തള്ളു കണ്ട് പുള്ളിക്ക് അറ്റാക്ക് വന്നെന്ന് തോന്നുന്നു. വിനോദും എൽദോ പുതുശ്ശേരിയുമാണ് അവിടെ നിന്ന് രസകരമായി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.